മുതിർന്ന കോൺഗ്രസ് നേതാവായിരുന്ന പിതാവ് ആര്യാടൻ മുഹമ്മദിന്റെ പതിവ് തെറ്റിക്കാതെ കുടുംബത്തോടൊപ്പം ആര്യാടൻ ഷൌക്കത്ത് വോട്ട് ചെയ്തു. കുടുംബത്തിലെ എല്ലാവരും ഒന്നിച്ച് വോട്ട് ചെയ്യുവാൻ പോകുക എന്നത് പിതാവിന്റെ നിർബന്ധമായിരുന്നുവെന്ന് മാതാവ് മറിയുമ്മയുടെ കൈപിടിച്ച് ഷൌക്കത്ത് പറഞ്ഞു. ആളുകൾ സ്ലിപ്പൊക്കെ ചോദിച്ച് ഇങ്ങോട്ട് വരുന്ന ഒരു അവസ്ഥയുണ്ട്, പണ്ടില്ലാത്ത പോലെ. നിലമ്പൂരിനെ സംബന്ധിച്ചിടത്തോളം ഒരു ചരിത്ര ഭൂരിപക്ഷം ഈ തെരഞ്ഞെടുപ്പിൽ നിലമ്പൂർ അസംബ്ലിയിൽ ലഭിക്കാൻ പോവുകയാണ്. കാരണം ഈ അസംബ്ലി കോൺസ്റ്റിറ്റ്യുവൻസി ആദ്യത്തെ മത്സരം ഉണ്ടായത് 1965-ലാണ്. 65 ഉണ്ടായി ഈ നിയോജകമണ്ഡലം ഉണ്ടായതിന് ശേഷം ഏറ്റവും ഒരു അസംബ്ലി സ്ഥാനാർത്ഥിക്ക്, ഞാൻ പാർലമെൻ്റ് അല്ല പറയുന്നത്, അസംബ്ലി സ്ഥാനാർത്ഥിക്ക് ലഭിച്ച ഭൂരിപക്ഷം അതിനേക്കാളും വലിയ ഭൂരിപക്ഷം ഈ തെരഞ്ഞെടുപ്പിൽ ലഭിക്കും. UDF സ്ഥാനാർത്ഥിയായി എനിക്ക് ലഭിക്കും. കാരണം അത്രമാത്രം ജനങ്ങൾ അത് ആവശ്യമാണ് ഇന്ന് നിലമ്പൂരിലും കേരളത്തിലും എന്ന രൂപത്തിലാണ് ആളുകൾ നിൽക്കുന്നത്. എല്ലാ വിഭാഗം ജനങ്ങളും വളരെ എന്തായാലും 10 വർഷത്തെ LDF ഭരണം മാറ്റണം, മാത്രമല്ല നിലമ്പൂരിൻ്റെ വികസന വളർച്ചയ്ക്ക് കേരളത്തിലും LDF ഭരണം, നിലമ്പൂരിലും കേരളത്തിലും UDF ഭരണം, നിലമ്പൂരിലും UDF ഭരണം എന്ന് വളരെ കൃത്യമായ ബോധ്യമുള്ളതായിട്ടാണ് മനസ്സിലാവുന്നത്. നിലമ്പൂർ വീട്ടിക്കുത്ത് GLP സ്കൂളിലെ 184-ാം നമ്പർ ബൂത്തിലാണ് വോട്ട് ചെയ്തത്. രാവിലെ 10:15 വോട്ട് ചെയ്യാനായി എത്തിയത്. ഭാര്യ മുംതാസ്, മക്കളായ ഡോക്ടർമാരായ ഒഷിൻ സാഗ, ഒലിൻ സാഗ, ഒവിൻ സാഗ, സഹോദരൻ ഡോക്ടർ റിയാസ് അലി, സഹോദര പുത്രന്മാരായ റയാൻ, ഇയാൻ, സഹോദര ഭാര്യ സിമി റിയാസ്, സഹോദരിമാരായ അൻസാർ ബീഗം, ഖദീജ, സഹോദരി പുത്രൻ ഡോക്ടർ കാമിൽ, സഹോദരി ഭർത്താക്കന്മാരായ ഡോക്ടർ ഹാഷിം ജാവേദ്, ഡോക്ടർ ഉമ്മർ കാരാടൻ എന്നിവരും വോട്ട് ചെയ്യുവാനൊപ്പമുണ്ടായിരുന്നു.